ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ആത്മഹത്യ എന്ന പടുകുഴിയിലേക്ക് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോയിട്ടുള്ളവരെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചു. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചപ്പോൾ നാം സാത്താൻ്റെ കെണിയിൽ വീണു പോകരുത്. നമ്മുടെ ജീവൻ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നാം കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധിച്ചു. നമുക്ക് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ദാവീദ് രാജാവിനെ കുറിച്ച് ഒന്ന് ഓർക്കുക. അദ്ദേഹം ആട്ടിടയൻ ആയിരുന്നപ്പോൾ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിൻ്റെ താഴെ കിടന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു. 139 സങ്കീർത്തനം 13 വാക്യം മുതൽ ദാവീദ് പറയുന്ന മനോഹരമായ ചില കാര്യങ്ങളുണ്ട്. എൻ്റെ അന്തരംഗങ്ങളെ നീ നിർമ്മിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഗർഭപിണ്ഡമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. ദൈവം നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വരികൾ. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ, അമ്മയുടെ ഉദരത്തിൽ ഒരു കണിക ആകുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് നിങ്ങളെ അറിയാമായിരുന്നു. നിന്റെ കണ്ണിൻ്റെ നിറം, നിന്റെ വിരലടയാളം, നിങ്ങളുടെ ശബ്ദം എല്ലാം ദൈവം വളരെ ശ്രദ്ധയോടെയാണ് രൂപകൽപ്പന ചെയ്തത്. ലോകത്ത് ഇതുവരെ ജീവിച്ചിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരിൽ നിങ്ങളുടെ വിരലടയാളം മറ്റാർക്കുമില്ല എന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. ശാസ്ത്രം തെളിയിക്കുന്നതിന് മുൻപേ വചനം എത്ര നാൾ മുൻപേ അത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളെ അത്രയും അനന്യമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തമായി ഒരു വിലയും കൊടുക്കാതെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരവിരുതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ദൈവം ഒരു തെറ്റും വരുത്താറില്ല. നിങ്ങളുടെ ജീവിതം എത്ര തകർന്നതാണെങ്കിലും, മറ്റുള്ളവർ നിങ്ങളെ എത്രത്തോളം തള്ളിക്കളഞ്ഞാലും, സ്വന്തം കൈകളാൽ മെനഞ്ഞെടുത്ത ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ ഏറ്റവും വിലപ്പെട്ടവനാണ്. ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വെളിപ്പാട് എന്താണ്? അവനിനി കല്ലുകൾ കൊണ്ട് പണിത ആലയങ്ങളിൽ അല്ല വസിക്കേണ്ടത്. 1 കൊരിന്ത്യർ 6 അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായി ചോദിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. സഹോദരങ്ങളെ, വചനം പറയുന്നു, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ജീവനും യേശുക്രിസ്തു സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. 1 പത്രോസ് 1:18 പറയുന്നു, പൊന്നോ വെള്ളിയോ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് യേശു നമ്മെ വീണ്ടെടുത്തത്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മറന്നു പോകുന്ന ഏറ്റവും വലിയ ഒരു സത്യം ഇതാണ്. നാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടേതല്ലാത്ത ദൈവം തൻ്റെ രക്തം കൊണ്ട് നേടിയെടുത്ത കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരത്തെയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ലോകത്തിലെ ഒരു വസ്തുവിനും ഒരു അധികാരത്തിനും മനുഷ്യരുടെ ജീവനെടുക്കാനുള്ള അവകാശമില്ല. കാരണം ജീവൻ്റെ ഉടമസ്ഥാവകാശം സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിലാണ്. സഹോദരങ്ങളെ, ഡിപ്രഷൻ നമ്മെ ആവശ്യമില്ലാത്ത നുണകൾ പറഞ്ഞു പഠിപ്പിക്കും. നാം ജീവനോടെ ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ മരിക്കുന്നതാണ് നല്ലത്, എല്ലാവർക്കും ഞാൻ മരിക്കുന്നത് കാണാനാണ് ആഗ്രഹം, എൻ്റെ ജീവിതം വെറുമൊരു പരാജയമാണ്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം ചിന്തിക്കുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ ഒരിക്കലും നാം മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ നാം ചിന്തിച്ചാലും ഇതെല്ലാം സാത്താൻ്റെ കെണിയാണ് എന്നറിഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് ഭവിച്ചാലും എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. നിങ്ങളൊരു ഭാരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവവചനം നിങ്ങളോട് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. 55 സങ്കീർത്തനം 2 വാക്യം. നിങ്ങളുടെ ജീവിതം പരാജയമാണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങൾ എനിക്കറിയാം, അവ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ. ഇരമ്യ 29:11 വാക്യം. ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ദൈവം നിങ്ങളോട് പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു,
അതുകൊണ്ട് ഞാൻ നിന്നോട് ദയ കാണിച്ചിരിക്കുന്നു. ഇരമ്യ 31:3 ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ പൂർത്തിയാകുന്നതിന് മുൻപ് പാതി വഴിയിൽ പുസ്തകം അടച്ചുവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. സകലതും നഷ്ടപ്പെട്ട് ശരീരം മുഴുവൻ വ്രണങ്ങളുമായി ചാരത്തിൽ കിടന്നപ്പോഴും ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്: യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 1-21 ജീവൻ നൽകുന്നതും അത് തിരികെ എടുക്കുന്നതും ദൈവമാണ്. ആ പരമാധികാരത്തിൽ കൈകടത്താൻ മനുഷ്യന് അവകാശമില്ല. അതെ പ്രിയപ്പെട്ടവരെ, ജീവിതം ചിലപ്പോൾ അതികഠിനമായിരിക്കാം. താങ്ങാനാകാത്ത ദുഃഖങ്ങൾ വന്നേക്കാം. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ വേദനകൾ ദൈവം കാണാതിരിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ കരവിരുതാണ്, ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ശ്വാസമാണ്. നിങ്ങളുടെ ജീവന് ഈ ലോകത്തിലെ സകല സമ്പത്തിനേക്കാളും വിലയുണ്ട്. ഇസ്രായേൽ ജനത്തെ നയിച്ച മോശയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ നിരന്തരമായ പരാതികളും പ്രശ്നങ്ങളും കേട്ട് മോശ മാനസികമായി പൂർണ്ണമായി തകർന്ന ഒരു രംഗം സംഖ്യാപുസ്തകം 11 നാം കാണുന്നു. മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്: ഈ മുഴുവൻ ജനത്തെ നയിപ്പാൻ എനിക്ക് കഴിവില്ല, അതെനിക്ക് ഭാരമാകുന്നു. നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ കാണാതിരിപ്പാൻ ഇടയാക്കണമേ. ചിന്തിച്ചു നോക്കൂ, ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച മോശയാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം മോശയോട് കോപിച്ചോ? നിനക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മോശയെ ദൈവം തള്ളിക്കളഞ്ഞോ? ഒരിക്കലുമില്ല. പകരം ആ ഭാരം പങ്കുവയ്ക്കാൻ 70 മൂപ്പന്മാരെ മോശയ്ക്ക് ദൈവം നൽകി. മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ വരുമ്പോൾ സഹായം ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് ദൈവം പ്രായോഗികമായി പരിഹാരം നൽകുമെന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി മറ്റൊരു പ്രവാചകനായ ഏലിയാവിൻ്റെ ജീവിതത്തിലേക്ക് പോകാം. കർമേൽ പർവ്വതത്തിൽ വെച്ച് ആകാശത്തിൽ നിന്ന് തീ ഇറക്കി വലിയ അത്ഭുതം ചെയ്ത വ്യക്തിയാണ് ഏലിയാവ്. എന്നാൽ 1 രാജാക്കന്മാർ 19 ചരിത്രം മാറിമറിയുന്നു. ദുഷ്ടയായ ഇസബേൽ രാജ്ഞി ഏലിയാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. വലിയ അത്ഭുതം ചെയ്ത പ്രവാചകൻ ഭയവും നിരാശയും ബാധിച്ച് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുകയാണ്. ഒരു ചൂരച്ചെടിയുടെ ചോട്ടിലിരുന്ന് അവൻ പ്രാർത്ഥിച്ചു: യഹോവേ, മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ. കടുത്ത വിഷാദത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഏലിയാവിൽ നമുക്ക് കാണാൻ കഴിയും. അവന് ഏകാന്തത അനുഭവപ്പെട്ടു. താൻ പരാജയമാണെന്ന് അവന് തോന്നി. മരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം അവനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അവനെ ശാസിച്ചില്ല, പകരം ഒരു ദൂതനെ അയച്ച് അവന് നല്ല ഉറക്കം നൽകി. അവൻ ഉണർന്നപ്പോൾ ചൂടുള്ള അപ്പവും വെള്ളവും നൽകി. അവനെ വീണ്ടും ഉറക്കി. അവൻ്റെ ശാരീരികവും മാനസികവുമായ തളർച്ച മാറാൻ ദൈവം അവനെ അനുവദിച്ചു. അതിനുശേഷം ചെറിയൊരു ഇളങ്കാറ്റിൻ്റെ ശബ്ദമായി വന്ന് അവനോട് വളരെ മൃദുവായി സംസാരിച്ചു: നിങ്ങളുടെ മാനസിക തകർച്ചയെ ദൈവം കുറ്റപ്പെടുത്തുന്നില്ല, പകരം നിങ്ങളെ ചേർത്ത് പിടിച്ച് ശുശ്രൂഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. സഹോദരങ്ങളെ, നാം ഒരിക്കലും ദൈവം നമുക്ക് നൽകിയ ജീവനെ എടുക്കാൻ തയ്യാറാകരുത്. ദൈവം തന്നതിനെ ദൈവം തന്നെ എടുക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരത്തെ നാം നശിപ്പിക്കരുത്. ഈ കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ തങ്കച്ചിറകിൻ കീഴിൽ മറച്ചുകൊണ്ട് ഹൃദയത്തെ ബലപ്പെടുത്തി കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.